ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الصالحين خير وبركة. കുടുംബബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം വളരെ വിശാലമായി കൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചുമെല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടേറെ ഹദീസുകളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇക്കാലഘട്ടത്തിൽ ബന്ധങ്ങളെല്ലാം തന്നെ വശമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധവും സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധവും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധമെല്ലാം തന്നെ ഇത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളോട് ന്യായപൂർവ്വം സംസാരിക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ സമൂഹത്തിൽ ദർശിക്കുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടിന്റെ കാരണത്താൽ സ്വന്തം അനിയനോടും അതുപോലെ തന്നെ ജ്യേഷ്ഠനോടും എല്ലാം തന്നെ സംസാരിക്കാതെയും ബന്ധപ്പെടാതെയും എഴുതുന്ന ഒട്ടേറെ ആളുകൾ ദർശിക്കുവാൻ കഴിയുന്നു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചെല്ലാം തന്നെ വിശുദ്ധവും വചനത്തെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നത് ഉപജീവനം ഒരു മനുഷ്യന്റെ ഉപജീവനം വർദ്ധിപ്പിക്കാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ അവന്റെ കാഴ്ചപ്പാടുകൾ ഈ ഭൂമിയിൽ എന്നും അഥവാ അവന്റെ ബന്ധം എന്നും ഈ ഭൂമിയിൽ നേരിടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവൻ കുടുംബബന്ധം തീർത്തുകൊള്ളട്ടെ. അതുപോലെ തന്നെ സ്വർഗം നഷ്ടപ്പെടുവാൻ വരെ കാരണമായി തീരും കുടുംബബന്ധം നിഷേധിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നത് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകളോട് ബന്ധം സ്ഥാപിക്കുകയല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം സ്ഥാപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുറിഞ്ഞു നിൽക്കുന്ന തെറ്റി നിൽക്കുന്ന ബന്ധങ്ങളെ അതിനെ ചേർക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബന്ധം സ്ഥാപിക്കുന്ന കുടുംബബന്ധം ചേർക്കലിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് മൻ യഖൂത ലഹു ഫീ റിസ്ഖിഹി വയസലഹു ഫീ അദൈഹി ഫലയസിർ റഹ്മഹു. ആരെങ്കിലും അവന്റെ ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വയസലഹു ഫീ അദൈഹി അവന്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ എന്നും മാറാതെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലയസിർ റഹ്മഹു അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുവാൻ സന്നദ്ധമാകേണ്ടത് സാധ്യം. കുടുംബബന്ധം വിദ്യാഭ്യാസ പ്രവേശിക്കുന്നത് എന്നാണ് ഗൗരവമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കലല്ല യഥാർത്ഥത്തിൽ കുടുംബബന്ധം സ്ഥാപിക്കുന്നത്. മറിച്ച് തെറ്റിയെടുക്കുന്ന ബന്ധങ്ങൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ കുടുംബബന്ധം സ്ഥാപിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തെറ്റി നിൽക്കുന്ന ആളുകൾ ചെയ്യുമെങ്കിൽ മാതാപിതാക്കളോടാവട്ടെ അല്ലെങ്കിൽ സഹോദരന്മാരാവട്ടെ സഹോദരിമാരാവട്ടെ അവരോടെല്ലാം തെറ്റി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ തെറ്റി നിൽക്കുന്ന ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാൻ സന്നദ്ധമാകേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർവഹിക്കുന്ന ആരാധനാക്രമങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഉദ്ദേശം പാരമ്പര്യ ലോകത്ത് ദുർഗം ജനിക്കണമെന്ന ഒറ്റ ഉദ്ദേശം മാത്രമാണ്. ആ ഉദ്ദേശമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറ്റിയെടുക്കുന്ന ബന്ധങ്ങളെല്ലാം തന്നെ ചേർക്കുവാൻ വേണ്ടി സന്നദ്ധമാകുക. പരിശുദ്ധ ഇസ്ലാം വിശദമായി പഠിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും വിട്ടുപോലും അമ്മത്തിന്റെ കേരളമാനം ഞങ്ങളോട് തെറ്റിയിരിക്കുന്ന ബന്ധങ്ങൾ അത് കൂട്ടിയോജിപ്പിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾ ഏവർക്കും പ്രദാനം ചെയ്യണമെന്ന് തമ്പുരാനെ ഞങ്ങൾ പഠിച്ചുകൊള്ളുന്ന മാതാപിതാക്കളൊക്കെ വിശ്രാമികളെ ഞങ്ങളെയും ഒക്കെ ഇതിന്റെ എല്ലാ പുസ്തകത്തിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ
warahmatullahi wabarakatuh. Wassalamualaikum warahmatullahi wabarakatuh.